ഹേയ് ഗായ്സ്, ബ്ലഡ് ലൈൻ സീരീസ് എപ്പിസോഡ് നമ്പർ 2 എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബ്ലഡ് ലൈനിന്റെ ഓരോ ആഴ്ചകളിലെയും കഥകൾ പറയുന്ന എപ്പിസോഡിലേക്കാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ സ്മാക്ക് ഡൗണിലും അതുപോലെ തന്നെ മണി ഇൻ ദ ബാങ്കിലും നടന്നിട്ടുണ്ടായിരുന്ന ബ്ലഡ് ലൈനിന്റെ സെഗ്മെന്റുകൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുൻപേയുള്ള ബ്ലഡ് ലൈനിന്റെ എപ്പിസോഡ് 1 നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നില്ല, അതുകൂടി കണ്ടതിന് ശേഷം ഇത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നായിട്ട് സ്റ്റോറി വൈസ് അറിയാൻ കഴിയുന്നതാണ്. കഴിഞ്ഞ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ കോഡി റോഡ്സ്, റാൻഡി ഓർട്ടൺ, കെവിൻ ഓവൻസ് എന്നിവർ 3 പേരും കൂടി റിംഗിലേക്ക് വരികയുണ്ടായി. 3 പേരും കൂടി റിംഗിലേക്ക് വന്നതിന് ശേഷം ബ്ലഡ് ലൈനുമായിട്ടുള്ള അവരുടെ മാച്ചിനെ കുറിച്ചായിരുന്നു പ്രധാനമായിട്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. 3 പേർക്കും നല്ലൊരു വരവേൽപ്പ് തന്നെയായിരുന്നു ഫാൻസിന്റെ അടുത്ത് നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നത്. കോഡി റോഡ്സ് ആയിരുന്നു ആദ്യം തന്നെ സംസാരിച്ചത്. കോഡി റോഡ്സ് ആദ്യം തന്നെ ആ ഒരു നാടിനെ കുറിച്ച്, ടൊറന്റോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു നാടിനെ കുറിച്ചായിരുന്നു നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് സോളോ സിക്കോയെ കുറിച്ചും മോഡേൺ ബ്ലഡ് ലൈനിനെ കുറിച്ചും, പുതിയ ബ്ലഡ് ലൈനിന് ഇട്ടിട്ടുണ്ടായ പേര് മോഡേൺ ബ്ലഡ് ലൈൻ എന്നുള്ളതായിരുന്നു. മോഡേൺ ബ്ലഡ് ലൈനിനെ കുറിച്ചും കോഡി റോഡ്സ് അവിടെ പറയുകയുണ്ടായി. ബ്ലഡ് ലൈനിന് ഒരു ഫൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫൈറ്റിന് റെഡിയാണ്, എന്തായാലും നാളെ ഞങ്ങൾ തമ്മിൽ ഒരു ഫൈറ്റ് നടക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതെല്ലാം തന്നെയായിരുന്നു കോഡി റോഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ റാൻഡി ഓർട്ടൺ മൈക്ക് എടുത്ത് പറയുകയുണ്ടായി ആ ഫൈറ്റിന്റെ ഏറ്റവും അവസാനം ഒരു RKOയിൽ അവസാനിക്കുമെന്നുള്ളത്. അപ്പോൾ ഫാൻസിന്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള ചിയർ തന്നെയായിരുന്നു കിട്ടിയത്. പിന്നീട് കെവിൻ ഓവൻസ് മൈക്ക് എടുത്തുകൊണ്ട് ഒരു കിഡിലൻ പ്രോമോ നടത്തുകയുണ്ടായി. കെവിൻ ഓവൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കഴിഞ്ഞ 4 വർഷത്തോളമായി ബ്ലഡ് ലൈനിനെതിരെ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ. പക്ഷെ ഞാനിപ്പോൾ പറയാൻ വേണ്ടി വന്നിട്ടുള്ളത് ഈ 4 വർഷത്തെ ബ്ലഡ് ലൈനിന്റെ സ്റ്റോറി അല്ല, കഴിഞ്ഞ 4 ദിവസത്തെ എന്റെ സ്റ്റോറി തന്നെയാണ്. കെവിൻ ഓവൻസിന്റെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അറിഞ്ഞിട്ടുണ്ടായിരുന്ന കെവിൻ ഓവൻസ് പെട്ടെന്ന് തന്നെ അമ്മയുടെ അടുത്തേക്ക് പോവുകയുണ്ടായി. കഴിഞ്ഞ 4 ദിവസത്തോളമായിട്ട് ആ ഒരു ഹോസ്പിറ്റലിലാണ് തന്റെ അമ്മ കിടക്കുന്നത്. കെവിൻ ഓവൻസിനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് തന്റെ അമ്മയും കിടക്കുന്നത്. തന്റെ 11ാമത്തെ വയസ്സിലാണ് റെസ്ലിംഗിനോടുള്ള പാഷൻ കെവിൻ ഓവൻസിന് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് കെവിൻ ഓവൻസിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുണ്ടായിരുന്നത്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്റെ അമ്മയായിരുന്നു എന്നുള്ളതും ഓവൻസ് പറയുകയുണ്ടായി. പക്ഷെ തന്റെ അമ്മയുടെ ഒരു കാരണം കൊണ്ട് താൻ ഒരു ഷോ മിസ് ചെയ്യുകയാണ് എന്നുള്ളത് അമ്മ അറിയുകയാണ് എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് വളരെയധികം ദേഷ്യപ്പെടും. അതുകൊണ്ട് തന്നെയാണ് അമ്മയും അച്ഛനും ഇല്ലാതെ ഈ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട്, ഈ ഒരു മണി ഇൻ ദ ബാങ്കിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മത്സരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതിൽ ഞാൻ ജയിച്ചോട്ടെ, അതിൽ ഞാൻ തോറ്റോട്ടെ, ആ ഒരു മാച്ച് ഡ്രോ ആയിട്ട് അവസാനിച്ചോട്ടെ, പക്ഷേ എന്നാലും ആ ഒരു മാച്ചിൽ ഞാൻ എന്തായാലും മത്സരിക്കും. ഇത്രയും കാര്യങ്ങളായിരുന്നു കെവിൻ ഓവൻസ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വളരെ ഇമോഷണലി കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന നല്ലൊരു പ്രോമോ തന്നെയായിരുന്നു കെവിൻ ഓവൻസ് അവിടെ നടത്തിയത്. പിന്നീട് ആ ഒരു സ്മാക്ക് ഡൗണിന്റെ മെയിൻ ഇവന്റ് കഴിഞ്ഞതിന് ശേഷം ബാക്ക് സ്റ്റേജിൽ ന്യൂ ബ്ലഡ് ലൈനിനെ കാണിക്കുകയുണ്ടായി. അപ്പോൾ സോളോ ആയിരുന്നു സംസാരിച്ചത്. ഉല്ല ഫാല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു മാലയെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഈ ഒരു മാല ഇടുമ്പോഴാണ് ശരിക്കും ഒരു ട്രൈബൽ ചീഫായിട്ട് മാറുന്നത്. റോമൻ റെയിൻസ് ശരിക്കും ഒരു ആണല്ല. നമ്മുടെ ടൈറ്റിൽ അത് റെസ്ൽമേനിയയിൽ തോറ്റുപോയിട്ടുണ്ടായിരുന്ന റോമൻ റെയിൻസിന് ഒരിക്കലും ഒരു ആണായിട്ട് എനിക്ക് കണക്കാക്കാൻ കഴിയില്ല. റോമൻ റെയിൻസിനെ ഒരിക്കലും ട്രൈബൽ ചീഫ് എന്ന് വിളിക്കാൻ പോലും പറ്റില്ല. കാരണം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ചാമ്പ്യൻഷിപ്പാണ് റോമൻ നശിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇനി പോകുന്നത് നമ്മുടെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടാണ്. കോഡി റോഡ്സിന്റെ കയ്യിൽ നിന്നും അത് ഞാൻ എന്തായാലും അടിച്ചെടുക്കും. റോമൻ റെയിൻസിന് ധൈര്യമുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്നും അത് അടിച്ചെടുക്കാൻ വേണ്ടി നോക്കാം. പിന്നീട് സോളോ കോഡി റോഡ്സിനെ വാൺ ചെയ്യുകയുണ്ടായി. എന്നിട്ട് ജേക്കബ് ഫാറ്റു സോളോയുടെ കഴുത്തിലേക്ക് ആ ഒരു ഉല ഫാല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന മാല ഇട്ട് കൊടുക്കുകയുണ്ടായി. അതോടുകൂടി ആ ഒരു പ്രോമോയും കൂടി അവിടെ അവസാനിക്കുകയുണ്ടായി. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നത് മണി ഇൻ ദ ബാങ്ക് 2024 ആയിരുന്നു. മണി ഇൻ ദ ബാങ്കിന്റെ മെയിൻ ഇവന്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് ഇവർ തമ്മിലുള്ള 6 മാൻ ടാഗ് ടീം മാച്ച് തന്നെയായിരുന്നു. ശരിക്കും ഈ ഒരു മാച്ച് മെയിൻ ഇവന്റ് ആക്കി വെച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആരെങ്കിലും ഒരാൾ റിട്ടേൺ ചെയ്യും എന്ന് തന്നെയായിരുന്നു. ഒന്നെങ്കിൽ ജിമ്മി യൂസോ, അല്ലെങ്കിൽ ജേ യൂസോ, അതുമല്ലെങ്കിൽ റോമൻ റെയിൻസ്. ഇവരിൽ ആരെങ്കിലും തിരിച്ചു വരും എന്നുള്ളത് തന്നെയായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. കൂടുതലും റെസ്ലിംഗ് ചാനലുകളും പെട്ടെന്ന് തന്നെ രാവിലെ തന്നെ ആ ഒരു മണി ഇൻ ദ ബാങ്ക് നടത്തുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരുടെയെങ്കിലും റിട്ടേൺ കാണാൻ കഴിയുമെന്നുള്ളത്. പക്ഷേ ഈ ഒരു മാച്ചിൽ ഉടനീളം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ജേക്കബ് ഫാറ്റു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ പുതിയ റെസ്ലറിനെ WWE ശരിക്കും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരുന്നു. അദ്ദേഹം ഒരു ഹൈ ഫ്ലൈയിങ് റെസ്ലറാണ്, അദ്ദേഹം ഒരു പവർ ഹൗസ് ആണ്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പെർഫെക്റ്റ് WWE മെറ്റീരിയൽ തന്നെയാണ് ജേക്കബ് ഫാറ്റു. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനങ്ങളിലേക്ക് ആയപ്പോഴേക്കും സാധാരണ ബ്ലഡ് ലൈനിന്റെ സ്റ്റോറി ലൈനുകളിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ റഫറിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നതും, അതായത് റഫറിയെ ഇവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അറിയാതെ അടിക്കുന്നതും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മാച്ചിൽ ഒരു തവണയല്ല 2 തവണയായിരുന്നു റഫറിയെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് റിംഗിലേക്ക് കെവിൻ ഓവൻസ് വന്ന് കെവിൻ ഓവൻസ് ഈ ഒരു മാച്ച് തീർക്കുമെന്നുള്ള രീതിയിൽ ഉറപ്പിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു തങ്കലോവ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു റെസ്ലർ വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഈ ഒരു 6 മാൻ ടാഗ് ടീം മാച്ചിൽ മത്സരിച്ചിട്ടില്ലായിരുന്നു. അദ്ദേഹം വന്ന് ഒരു ലോ ബ്ലോ കൊടുക്കാൻ നോക്കുകയുണ്ടായി. മര്യാദക്ക് ഒരു ലോ ബ്ലോ പോലും കൊടുക്കാൻ കഴിയാത്ത റെസ്ലറാണ് തങ്കലോവ എന്നുള്ളത് അതോടുകൂടി തെളിയിച്ചിരിക്കുകയാണ്. അധികകാലം WWEയിൽ ഉണ്ടാകുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ബ്ലഡ് ലൈനിന്റെ സ്റ്റോറി ലൈൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ തങ്കലോവയെ WWEയിൽ നിന്നും റിലീസ് ചെയ്യാനുള്ള എല്ലാവിധ ചാൻസുകളും ഞാൻ കാണുന്നുണ്ട്. ആ ഒരു ലോ ബ്ലോ കൊടുക്കാൻ കഴിയാതിരുന്ന് വീണ്ടും ഒരു ലോ ബ്ലോ കൂടി കൊടുത്ത് അത് തമത്തോങ്കയുടെ തലയിലും ഇടിച്ച് ആകപ്പാട് അലമ്പായിരുന്നു ആ ഒരു സമയം. പക്ഷെ അപ്പോഴേക്കും റാൻഡി ഓർട്ടൺ കയറി വരികയുണ്ടായി. റാൻഡി ഓർട്ടൺ 2 പേർക്കും, തമത്തോങ്കയ്ക്കും തങ്കലോവയ്ക്കും 2 പേർക്കും RKO കൊടുക്കുകയുണ്ടായി. പക്ഷെ അപ്പോഴേക്കും സോളോ വന്ന് ഒരു സമോവൻ സ്പൈക്ക് ചെയ്തു. പിന്നീട് കോഡി റോഡ്സ് വന്നു, സോളോയെ അറ്റാക്ക് ചെയ്തു. പക്ഷെ അപ്പോഴേക്കും ജേക്കബ് ഫാറ്റു എന്ന് പറഞ്ഞിട്ടുള്ള അതിഭീകരനായ ആ ഒരു റെസ്ലർ വരികയും കോഡി റോഡ്സിനെ
റോഡ്സിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഏറ്റവും അവസാനം സോളോ അദ്ദേഹത്തിന്റെ സ്പൈക്ക് ചെയ്യുകയുണ്ടായി. WWE അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനെ പിൻ ചെയ്തു തോൽപ്പിക്കുകയുണ്ടായി. കോഡി റോഡ്സിനെ പിൻ ചെയ്ത് സോളോ സിക്കോവ തോൽപ്പിച്ചു. കോഡിയെ പിൻ ചെയ്യുന്ന വളരെ ചുരുക്കം പേരിൽ ഒരാൾ തന്നെയായി സോളോ സിക്കോവ മാറിയിരിക്കുകയാണ്. കോഡിയെ സോളോയെ കൊണ്ട് പിൻ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ സോളോയെ അത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ ആയിട്ട് WWEക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ മാത്രമേ റോമൻ വരുമ്പോൾ റോമനെ കട്ടക്ക് നിൽക്കുന്ന ഒരു എതിരാളിയായിട്ട് സോളോയെ തോന്നുകയുള്ളൂ. എന്തായാലും ആ ഒരു പിന്നൂടി കഴിഞ്ഞതോടുകൂടി ബ്ലഡ് ലൈൻ ടീം വിജയിച്ച് നിൽക്കുന്ന കാര്യം തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ആഴ്ചയിലെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിലും മണി ഇൻ ദ ബാങ്കിലും നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്തതായിട്ട് കോഡി റോഡ്സ് വേഴ്സസ് സോളോ സിക്കോവ തമ്മിലുള്ള സമ്മർ സ്ലാമിലെ മാച്ചിലേക്ക് ഊക്കം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെയായിരിക്കും അടുത്ത ആഴ്ചയിലെ സ്മാക്ക് ഡൗണിൽ ഉണ്ടാവുക. എന്തായാലും നമുക്ക് നോക്കാം സ്മാക്ക് ഡൗണിൽ എന്തൊക്കെയായിരിക്കും കാണാൻ പോകുന്നത് എന്നുള്ളത്.